നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്ന കായ വെച്ചിട്ടാണ്. അപ്പോൾ കായ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഐറ്റം തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കായ വെച്ച് കുറച്ച് നമ്മൾ ഒലത്തുണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 കായയാണ്. അത് പേയം കായയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ കുറച്ച് അരിപ്പൊടി, ശകലം മഞ്ഞപ്പൊടി, ശകലം ഉപ്പിട്ട് ശകലം മസാല ഇടുക. ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ അരിപ്പൊടി ഇട്ട് ശകലം വെള്ളം ഒന്ന് തളിച്ചിട്ട് മസാല ഇട്ട് നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പം മാറ്റി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ നല്ല റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുക. അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്താൽ ജസ്റ്റ് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നല്ലോണം മസാല ഇടുന്നു. ഏത് വേണം ആവാം. ഞാൻ എടുത്തിരിക്കുന്ന പേയങ്കായാണ്. പേയങ്കായ നന്നായിരിക്കും. പേയങ്കായ. അപ്പോൾ ഈ സ്ഥലം വേറെ സ്ഥലത്ത് എന്തൊക്കെ പേര് പറയണമെന്നറിയാം. എനിക്കറിയാവുന്നത് തേങ്ങായ എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്തൊക്കെ പേയങ്കായ എന്ന് പറയും. അപ്പം ചില സ്ഥലത്ത് അടിയങ്ക എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അപ്പം നമ്മൾ അവിയലിനൊക്കെ ഇടുന്ന കായാണ്. അപ്പോൾ അത് നമ്മൾ നല്ലോണം എണ്ണ നല്ല മൂത്ത് വന്നു. അപ്പോൾ നല്ല ചൂടായതിനു ശേഷം ഇതിനൊന്നിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലോ ഫയറിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതിനായിട്ട് ഫ്രൈ ചെയ്യുക. അപ്പം ഫ്രൈ ചെയ്യുമ്പോൾ അത് കണ്ടല്ലോ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ക്രിസ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുക. ഉണ്ടല്ലോ നമ്മുടെ ഈ പരുവത്തിൽ ഉണ്ടല്ലോ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ മസാലയൊന്നും ഭയങ്കരമായിട്ടില്ല. അരിപ്പൊടിയെല്ലാം ജസ്റ്റ് തൊട്ടും തൊടാതെ തന്നെ ഇരിക്കുന്നത്. അപ്പം ഒരു ഭയങ്കര കോട്ടിങ് പോലെയല്ല. പിന്നെ എന്നിട്ട് നമ്മൾ ഇതിനെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ ഒരു പീസ് കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്താണ്. പിന്നെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ഗാർലിക് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പകുതി മുറി തേങ്ങ, വീണ്ടും പകുതി മുറിയാണ്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പകുതി തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സബോള, 1.5 സബോള നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നമുക്ക് അതിനുള്ള ആവശ്യപ്പെട്ടതാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മസാല, അപ്പം എടുത്തിരിക്കുന്ന 3 കായാണ്. അപ്പം അതിന് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മൾ അടുത്ത് എടുക്കാൻ പോണത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മൾ അടുത്തെടുക്കാൻ പോണത് നമ്മുടെ പെരിഞ്ജീരക പൊടിയാണ്. അതിന് ശേഷം നമ്മൾ എടുക്കണം ശകലം ഗരം മസാല. നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചത് ആണ്, നമ്മൾ ഹോട്ടലിൽ പൊടിച്ചതാണ് ഗരം മസാല. കറി മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണ് അവൈലബിൾ. ചിക്കൻ കറി മസാലയും ഇടാം, കറി മസാല പൊടി, മീറ്റ് മസാല പൊടി ഇടാം. അപ്പം മീറ്റ് ഒന്നും ആഡ് ചെയ്യുന്നതല്ല, അത് പൊടി മാത്രമേ ഉള്ളൂ. അപ്പം ശകലം മഞ്ഞപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല കട്ടിയുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ശകലം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ല ചെറിയ ഫയറിലങ്ങ് നമ്മൾ ചൂടായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ പെരിഞ്ജീരകം നമ്മൾ ഇടുക. പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇഞ്ചി ഇട്ടു, നമ്മൾ വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു. പിന്നെ നമ്മുടെ തേങ്ങ കൊത്ത് നമ്മൾ ഇട്ടു. സ്ലോ ഫയറിലിട്ട് ഒരു 2 മിനിറ്റോളം നമ്മൾ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. നമ്മൾ ആൾറെഡി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ സ്ലോ ഫയറിൽ ഇട്ടതിന് ശേഷം നല്ലോണം സ്ലോ ആക്കുക. കുറച്ച് കരിവേപ്പില കൊണ്ടിടുക. നമ്മൾ എടുത്ത് വെച്ച് കരിവേപ്പില ഇടുക. അപ്പോൾ സ്ലോ ഫയറിൽ നമ്മളിങ്ങനെ അതിനെ സോട്ട് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതും കൂടെ നമ്മൾ പിന്നീട് ഇത് ഗാർലിക്ക്, ഇഞ്ചി അങ്ങനെ പച്ചമുളക് എല്ലാം തന്നെ സോട്ടായി വരുമ്പോഴത്തേക്കും തേങ്ങയും കൂടെ ചെറിയൊരു ബ്രൗണിഷ് ആവുന്ന വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു സവോള, ഒരു 1.25 സവോള, ഒരു സവോളയും പകുതി സവോളയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ സ്ലോ ഫയറിൽ നമ്മൾ ഒന്ന് സോട്ട് ചെയ്യുക. അപ്പം അതും ഒന്ന് കളറ് ചേഞ്ചായി വരും കേട്ടോ. ശകലം ഒന്ന് ചേഞ്ചായി വരും. കണ്ടല്ലോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ സോട്ട് ചെയ്തതിന് ശേഷം സ്ലോ ഫയറിൽ വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മൾ പകുതി തക്കാളി എടുത്ത് അതിനും ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് ശേഷം സ്ലോ ഫയറിലോട്ട് ഓണിയനൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ല ഒരു ചുമന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല, മസാല നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ അങ്ങ് തട്ടിക്കൊടുക്കുക. അത് തട്ടി കൊടുത്തിട്ട് അത് സ്ലോ ഫയറിൽ പെട്ടെന്ന് തന്നെ സോട്ട് ചെയ്യുക. കൂടുതൽ സമയം വെച്ചിരിക്കില്ല. അപ്പം പച്ചമണം മാറി വരുന്ന കണക്കിന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശകലം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ശകലം വെള്ളം
ശകലം എന്ന് പറഞ്ഞാൽ കുറച്ച് ആ മസാലയൊന്ന് വേവാൻ വേണ്ടി കണ്ടോ, ശകലം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പക്ഷെ കൂടുതൽ വെള്ളം ഒഴിക്കല്ലേ. അപ്പം ഈ വെള്ളം വറ്റി ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറി വറ്റി വന്നതിന് ശേഷം വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിങ്ങനെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നല്ലോണം ഉണ്ടല്ലോ, നല്ല മസാലയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്മുടെ കായ സ്ലോ ഫയറിലാണ് നമ്മൾ ചെയ്യേണ്ടത് കുക്കിംഗ്. അത് കഴിഞ്ഞിട്ട് വളരെ സ്ലോ ഫയറിൽ, അപ്പം നല്ല റോസ്റ്റായി വരും, നമ്മൾ അടിപൊളിയായിട്ടുള്ള സംവിധാനം വരും ഉണ്ടല്ലോ. അപ്പം നല്ല മസാലയൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത നമ്മൾ ഉണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള കായ വന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിനൊന്ന് ജസ്റ്റ് എല്ലാ മസാല എല്ലായിടത്തും നമ്മൾ കൊള്ളണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കുക. സ്ലൈസർ കൊണ്ട് മെല്ലെ സ്ലോ ഫയറിൽ അങ്ങ് ആക്കിയാൽ മതി. പിന്നെ സ്ലോ ഫയറിൽ നിന്ന് ഡ്രൈ ആക്കുക. ഈ മസാല നല്ല ഡ്രൈ ആയി വരും. നല്ലോണം ഡ്രൈ ആയി വരും, പ്ലേറ്റിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം പ്ലേറ്റിലാക്കാൻ പറ്റുന്ന പരിപാടി. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കും സ്ലോ ഫയറിൽ. അപ്പം അടി കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഇതുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചോറിനോടെ കഴിക്കാം, പിന്നെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. സൂപ്പറായിട്ടുണ്ട്. ഒരു ബീഫ് ഫ്രൈ ഒക്കെ എങ്ങനെയാണ് അതുപോലെയാണ്. അപ്പം ബീഫിനെക്കാളും നല്ല സൂപ്പർ സാധനമാണ്. നോൺ വെജ് ഒക്കെ കഴിച്ച്, നോൺ വെജ് കൊള്ളാം, പക്ഷേ നോൺ വെജ് കഴിക്കാൻ പറ്റാത്തവർക്ക് സൂപ്പർ ഓപ്ഷനാണ്. അപ്പം കണ്ടല്ലോ, കിടിലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറും പുളിശ്ശേരിയും ഇതും കൂടെ ഉണ്ടെങ്കിൽ കിടിലമാണ്. ഓക്കെ.